മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. അധ്യാപക യോഗ്യതാ പരീക്ഷ പാസ്സാക്കാത്തവർക്ക് 2 വർഷം കഴിഞ്ഞാൽ നിർബന്ധിത വിരമിക്കൽ നൽകണമെന്ന് സുപ്രീം കോടതി വിധിയിൽ പുനർപരിശോധനാ ഹർജി നൽകുകയോ അവ്യക്തത തേടിക്കൊണ്ട് വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കുകയോ ചെയ്യുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കേരളത്തിൽ മാത്രം 50,000-ലധികം അധ്യാപകരെ ബാധിക്കുന്ന കാര്യമാണിതെന്നും അധ്യാപകരെ സംരക്ഷിക്കാൻ കേന്ദ്രം നിയമനിർമ്മാണം നടത്തണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വരുന്നതിന് മുമ്പുള്ള 5 വർഷത്തിലധികം സർവീസുള്ള അധ്യാപകർ സർവീസിൽ തുടരണമെങ്കിൽ ഈ ഉത്തരവ് മുതൽ 2 വർഷത്തിനകം ടെറ്റ് യോഗ്യത നേടണം. ഏതെങ്കിലും അധ്യാപകർ നിശ്ചിത സമയത്തിനകം യോഗ്യത നേടിയില്ലെങ്കിൽ അവർക്ക് ജോലി അവസാനിപ്പിക്കേണ്ടി വരും. ഒരു തൊഴിൽ മേഖലയിലെ യോഗ്യത മാറ്റം വരുത്തുമ്പോൾ നിയമം വരുന്നതിന് മുമ്പുള്ളവർക്ക് സംരക്ഷണം നൽകുക എന്ന കീഴ്വഴക്കം പതിവുള്ളതാണ്. എന്നാൽ കോൺഗ്രസ് സർക്കാരോ മോദി സർക്കാരോ ഇതിന് തയ്യാറായില്ല എന്ന് മാത്രമല്ല, സംസ്ഥാനങ്ങളുടെ മേൽ ഉദ്യോഗസ്ഥതല സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. ഈ സങ്കീർണമായ സാഹചര്യം മറികടക്കുവാൻ കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തണം. എന്തായാലും നിലവിലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജിയോ വ്യക്തത തേടിക്കൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ വീണ്ടും സമീപിക്കുകയോ ചെയ്യാനാണ് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. അതുല്യ ചേരുന്നുണ്ട്. അതുല്യ, എന്തായാലും ഈ നടപടിക്കെതിരെ സുപ്രീം കോടതിയിൽ ഒരു ഹർജി നൽകുകയോ അല്ലെങ്കിൽ വ്യക്തത തേടിക്കൊണ്ട് വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കുകയോ ചെയ്യുമെന്നാണ് സർക്കാർ തീരുമാനമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? രേണുക, ഈ 2009 വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ച് നിലവിൽ അധ്യാപകരായ ആളുകളും, അതായത് ഈ അവകാശ നിയമം വരുന്നതിന് മുൻപ് അധ്യാപകരായ ആളുകളും ടെറ്റ് അഥവാ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ്, അധ്യാപക യോഗ്യത പരീക്ഷ എന്നറിയപ്പെടുന്ന ആ ടെസ്റ്റ് എഴുതുകയും അത് പാസ്സായിരിക്കുകയും ചെയ്യണം എന്നുള്ളൊരു യോഗ്യതാ മാനദണ്ഡമാണ് സുപ്രീം കോടതി ഇപ്പോൾ നിർബന്ധമാക്കിയിരിക്കുന്നത്. അപ്പോൾ സുപ്രീം കോടതിയുടെ ഈ 2025 വിധി അനുസരിച്ച് 2027 ആകുമ്പോഴേക്കും ഇനി വിരമിക്കാൻ, അതായത് 2025 മുതൽ അങ്ങോട്ട് വിരമിക്കാൻ 5 വർഷമോ അതിൽ കൂടുതലോ ബാക്കിയുള്ള അധ്യാപകരെല്ലാവരും തന്നെ ഈ പരീക്ഷ എഴുതി പാസ്സാവേണ്ടതുണ്ട്. 2 വർഷത്തിനുള്ളിൽ അവർക്ക് 3 അവസരങ്ങളാണ് പരീക്ഷ എഴുതാനുണ്ടാവുക. ആ 2 വർഷത്തിനുള്ളിൽ പരീക്ഷ എഴുതി പാസ്സായില്ലെങ്കിൽ ഈ അധ്യാപകർ സർവീസിൽ നിന്ന് ആനുകൂല്യങ്ങളോടുകൂടി വിരമിക്കേണ്ടി വരും, നിർബന്ധിതമായി വിരമിക്കേണ്ടി വരും എന്നുള്ളതാണ് ഈ വിധി. ഇതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി പരിചയസമ്പത്തുള്ള പല അധ്യാപകർക്കും ഒരു പക്ഷേ ജോലി നഷ്ടമായേക്കും എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ആ പ്രശ്നം തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ 2010 ശേഷം ജോലിയിൽ പ്രവേശിച്ച, അല്ലെങ്കിൽ 2009 മുൻപ് ജോലിയിൽ പ്രവേശിച്ചവരടക്കമുള്ള നിരവധിയായ അധ്യാപകർ ഇതനുസരിച്ച് 2 വർഷത്തിനുള്ളിൽ ഈ പരീക്ഷ എഴുതിയെടുത്തിട്ടില്ലെങ്കിൽ സർവീസിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നാണ് മന്ത്രി സൂചിപ്പിച്ചത്. കാരണം ഈ പറയുന്ന കാലയളവിൽ ടെറ്റ് പാസ്സാകാത്ത ആളുകളെ സ്ഥാനക്കയറ്റത്തിന് പരിഗണിക്കുന്നത് പ്രായോഗികമല്ല. അതുപോലെ തന്നെ BRCയും സർവശിക്ഷാ അഭിയാനും പോലുള്ള പദ്ധതികളിൽ നിയമിക്കുന്നതിന് സാധിക്കുകയില്ല. മാത്രമല്ല, അധ്യാപകർക്ക് സ്ഥലം മാറ്റം നൽകാൻ സാധിക്കില്ല. ഇത്രയധികം അധ്യാപകരുടെ കൊഴിഞ്ഞുപോക്ക് വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കുന്ന വിടവിനെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് ഈ വിധിയിൽ പറയുന്നില്ല. ഇതെല്ലാം കൊണ്ടും തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ, അതായത് പഠിപ്പിക്കുക അല്ലെങ്കിൽ ഈ ഒരു ജോലിയെ മാത്രമല്ല, വിദ്യാഭ്യാസ മേഖലയിലെ തന്നെ മറ്റ് നിരവധി പ്രവർത്തനങ്ങളെ ഇത് സ്തംഭിപ്പിക്കുമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ കാലോചിതമായ ഒരു മാറ്റം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാലാനുസൃതമായിട്ടുള്ള ഒരു മാറ്റം ഈ നിയമത്തിൽ കൊണ്ടുവരണം എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ ആവശ്യവുമായി സുപ്രീം കോടതിയെ സമീപിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ കേരളം വ്യക്തമാക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, എല്ലാ സംസ്ഥാനങ്ങളിലെയും അധ്യാപകരെ ഇത് ബാധിക്കുന്ന ഒരു വിഷയമാണ്. മാത്രമല്ല, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. കേന്ദ്രത്തിന് മാത്രമായി തീരുമാനമെടുക്കാൻ കഴിയുന്നതല്ല, മറിച്ച് അതാത് സംസ്ഥാനങ്ങളുടെ വികാരവും അതാത് സംസ്ഥാനങ്ങളുടെ പ്രായോഗികമായിട്ടുള്ള വശങ്ങളും കൂടി പരിശോധിച്ച ശേഷമായിരിക്കണം ഈ വിദ്യാഭ്യാസം പോലുള്ള ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങളുടെ അഭിപ്രായം കൂടി പരിഗണിക്കേണ്ടത് അത്യാവശ്യമാണ്. ആ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ
കേരളം എന്തായാലും സുപ്രീം കോടതിയുടെ നിലവിലുള്ള ഈ വിധിയെ അംഗീകരിക്കുന്നില്ല. മറിച്ച് ഈ വിധിയിൽ വ്യക്തത വരുത്തണമെന്നും അതുപോലെ തന്നെ വിധി വീണ്ടും പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. ഈ വിധിയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 50,000-ത്തിലധികം അധ്യാപകർക്ക് കേരളത്തിൽ മാത്രം ഇതുമൂലം ജോലി നഷ്ടമാകും എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഒരു തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് യോഗ്യതാ മാനദണ്ഡത്തിൽ മാറ്റം വരുത്തുമ്പോൾ പാലിക്കേണ്ട ചില ചട്ടങ്ങൾ അല്ലെങ്കിൽ കീഴ്വഴക്കങ്ങളുണ്ട്. ഒരാൾ നിയമം കൊണ്ടുവരുന്നതിന് മുൻപാണ് ജോലി നേടിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ജോലി നേടിയ ആളുകൾക്ക് സംരക്ഷണം നൽകുന്ന ഒരു കീഴ്വഴക്കമുണ്ട്. കേരളം എന്നും ആ കീഴ്വഴക്കം പാലിച്ചു പോന്നിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. പ്രത്യേകിച്ചും പ്രൈമറി അധ്യാപകരുടെ എണ്ണം കുറയ്ക്കുന്ന സമയത്തും അതുപോലെ തന്നെ ഭാഷാ അധ്യാപകരുടെ എണ്ണം കുറയ്ക്കുന്ന സമയത്തുമെല്ലാം ഇത്തരത്തിലുള്ള ഒരു അധ്യാപകർക്ക് സംരക്ഷണം കേരളം എന്നും നൽകി പോന്നിരുന്നു. അതുകൊണ്ട് തന്നെ 2010 മുൻപ് നിയമിതരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഈ നിയമം വരുന്നതിന് മുൻപ് നിയമിക്കപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം യോഗ്യത മാറ്റുന്നത് അവർക്കൊരു തിരിച്ചടിയാകും. പക്ഷേ അവരിൽ പലരും പ്രഗത്ഭരായ അധ്യാപകരായിരിക്കും, പരിചയസമ്പത്തുള്ള അധ്യാപകരായിരിക്കും. അത്തരക്കാരെ നഷ്ടപ്പെടുന്നത് ഒരിക്കലും നമുക്ക് വലിയ നഷ്ടമായിരിക്കുമെന്നും അതുകൊണ്ട് തന്നെ ഈ അധ്യാപകരെ സംരക്ഷിക്കാനുള്ള നിയമനിർമ്മാണം കേന്ദ്രം നടത്തണം എന്നുകൂടി അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. ഈ അധ്യാപകരെ സംരക്ഷിക്കുമെന്നുള്ള ഒരു ഉറപ്പ് കൂടി അദ്ദേഹം നൽകിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ ഒരു വിധി എന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്ത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് തന്നെ കൃത്യമായ സുപ്രീം കോടതിയിൽ ഒരു ഹർജി നൽകിക്കൊണ്ട് ഇതിൽ കേരളത്തിലെ അധ്യാപകരുടെയും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെയും 2010 മുൻപ് നിയമിതരായ അധ്യാപകരുടെ കൂടി അവസ്ഥ പരിഗണിച്ചുകൊണ്ട് അതിനനുസൃതമായി നിയമത്തിൽ മാറ്റം കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഇപ്പോൾ മന്ത്രി ആവശ്യപ്പെട്ടിട്ടുള്ളത്. ശരി അതുല്യ, എന്തായാലും വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകൾ വളരെ വ്യക്തമാണ്. 50,000-ത്തിലധികം അധ്യാപകരെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇത്. എന്തായാലും അധ്യാപകരെ സംരക്ഷിക്കാൻ കേന്ദ്ര നിയമനിർമ്മാണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ അധ്യാപക യോഗ്യതാ പരീക്ഷയിൽ പാസ്സാവാത്തവർക്ക് 2 വർഷം കഴിഞ്ഞാൽ നിർബന്ധിത വിരമിക്കൽ നൽകണമെന്ന സുപ്രീം കോടതി വിധിയിൽ പുനർപരിശോധനാ ഹർജി നൽകുകയോ അവ്യക്തത തേടിക്കൊണ്ട് വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കുകയോ ചെയ്യുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ 50,000-ത്തിലധികം അധ്യാപകരെ ബാധിക്കുന്ന ഒരു വിഷയം കൂടിയാണ് ഇത്. വിവരങ്ങൾ പങ്കുവച്ചത് അതുല്യയാണ്.